പ്രസവിച്ച ഒരമ്മയ്ക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ നടുക്കടലിൽ പോയി ചാടിക്കൂ, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ഇന്നത്തെ ഒരു ജനറേഷനിൽ ലേഡീസ് അധികം പെൺകുട്ടികൾ അധികം ആത്മഹത്യ ചെയ്യുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നത് 40+ ഉള്ള ലേഡീസാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആസ്വദിക്കുന്നുണ്ടോ? ഇത് എത്ര പേരുടെ മുന്നിലാ ലാസ്റ്റ് ഇവർ നഗ്നനായിട്ട് കിടക്കണ്ടെന്നറിയാം, അല്ലെങ്കിൽ നഗ്നയായിട്ട് കിടക്കേണ്ടത്. ഇനി ഒരു ലേഡിയുടെ ആണെങ്കിൽ ഏറ്റവും ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന് വരെ പരിശോധിക്കും. ഒരു ഭാര്യയും ഭർത്താവും രക്തബന്ധമല്ല, പക്ഷെ എല്ലാ രക്തബന്ധങ്ങളും തുടങ്ങുന്നത് അതിൽ നിന്നാണ്. സ്നേഹത്തിന് വേണ്ടി മരിക്കുമ്പോൾ ഒരു കാര്യം അവർ ചിന്തിച്ചില്ല. ഇത്രയും നാളും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ സ്നേഹം എവിടെ പോയി? ഈ മരണപ്പെട്ടവരുടെ മൃതശരീരം ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവരുടെ പല ഫേസിലും ഉണ്ടാകുന്ന എക്സ്പ്രഷൻസ് ഒരുപക്ഷെ നമ്മളങ്ങ് അത്ഭുതപ്പെടുത്തിക്കളയും. ചില ആളുകൾക്ക് സന്തോഷമായിരിക്കും, ചില ആളുകൾക്ക് ദുഃഖമായിരിക്കാം, ചില ആളുകൾ അത് എന്തോ പറയാൻ വേണ്ടി കാത്തിരുന്ന പോലെ അല്ലെങ്കിൽ എവിടെയോ എന്തോ തളം കെട്ടി നിൽക്കുന്ന പോലെയൊക്കെ ഒരു പക്ഷേ അനുഭവം ഉണ്ടായി കാണായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്പിരിച്വൽ ഹീലറാണ്. അപ്പോൾ ഞാൻ ഈ മേഖലകളിലെല്ലാം കടന്നു പോകുന്നത്, അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയാൻ കാരണം. അപ്പോൾ ഞാനിപ്പോൾ മാഡത്തിനെ കണ്ടപ്പോൾ ചോദിക്കാൻ വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തുകൊണ്ടാണ് പല സോളുകളും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വരുന്നത്, എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദ്യം. പക്ഷേ എനിക്ക് മാഡത്തിന് മുമ്പ് എനിക്ക് അറിയില്ല, ഞാൻ ഇപ്പോൾ നമ്മൾ തമ്മിൽ പരിചയമില്ല. പക്ഷേ അത് എന്നെ വന്നിരുന്നപ്പോഴേ ഞാൻ ആ ചോദ്യം ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തേടി വരുന്നത്, എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വരുന്നത്, അതെൻ്റെ തോന്നലാണോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ബെറ്ററാണ്. അങ്ങനെ സംഭവിക്കാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ആ ഫേസിൻ്റെ എക്സ്പ്രഷൻ്റെ മറുപടി കൂടി ഒന്ന് പറയണം. എനിക്ക് 600ഓളം ബോഡീസ് അതിന് മുകളിൽ, പക്ഷേ എണ്ണീട്ടുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലാവും. കാരണം അതിപ്പോൾ എണ്ണണ്ട, എപ്പോഴും ചിന്തിക്കുന്നില്ലല്ലോ ഇനി കഴിഞ്ഞ അടുത്തത് വരും എന്നുള്ളൊരു ചിന്ത ഒരിക്കലും വരുന്നില്ല. ഒരു ദിവസം തന്നെ 4-5 ബോഡിയുടെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് പല സിറ്റുവേഷനിൽ. 3 ചോദ്യങ്ങളുണ്ട് അതിന് ഉത്തരം. ആദ്യത്തെ ഫേസിന്റെ എക്സ്പ്രഷൻ ശരിയാ, ചിലത് നിരാശയായിരിക്കും, ചിലത് ഞാൻ ഈ മരണം പ്രതീക്ഷിച്ചതാണ്. ചില കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം ചിലതിന് ഉണ്ട് ഒരു ഇത് എനിക്ക് വേണ്ട, എനിക്കിപ്പോൾ ഈ മരണം വേണ്ട എന്നുള്ളൊരു ചിന്തയിലുള്ള മരണം. അത് നമുക്ക് മുഖത്ത് നോക്കുമ്പോൾ എന്തോ ഞാനൊരു ലേഡി ആയതുകൊണ്ടാണോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതെന്നറിയില്ല. മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സിന് അങ്ങനെ തോന്നുമോയെന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും. ചില സ്ത്രീകളുടെ ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കാണ് പറ്റിപ്പോയി, അത് തന്നെ പറ്റിപ്പോയി, സംഭവിച്ചു, ഇങ്ങനെ സംഭവിക്കണ്ടായിരുന്നല്ലോ എന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് എനിക്കിത് വേണം എന്നുള്ള രീതിയിലാണ്. ഈ ഒരു ദിവസം തന്നെ ഞാൻ മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ 4 ബോഡിയുടെ ഫോട്ടോ എടുക്കേണ്ടി വന്നു കണ്ടിന്യൂസ് ആയിട്ട്. ആകെ മാറുന്ന ബോഡിയും പോലീസുകാരും മാത്രമേ മാറുന്നുള്ളൂ. ഞാനും മോർച്ചറിയിലെ അറ്റൻഡറും എല്ലാം സെയിമാണ്. അതൊക്കെ. അപ്പം ഈ 4 എണ്ണത്തിൽ 3 എണ്ണവും ആത്മഹത്യ. അത് കൂടുതലും വരുന്നതെന്ന് പറയുന്നാൽ ഇന്നത്തെ ഒരു ജനറേഷനിൽ ലേഡീസ് പെൺകുട്ടികൾ അധികം ആത്മഹത്യ ചെയ്യുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നത് 40+ ഉള്ള ലേഡീസാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് ആൺകുട്ടികൾ സില്ലി കേസസിനാണ് കയറി ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് 3 എണ്ണവും ആൺകുട്ടികളുടെ ആത്മഹത്യയായിരുന്നു. ഒന്നേ ഉള്ള ആക്സിഡൻറ്റ് 3 എണ്ണം. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരെണ്ണത്തിന് 19 വയസ്സ്, ഒരെണ്ണത്തിന് 23 വയസ്സ്, ഒരെണ്ണത്തിന് 31 വയസ്സ്. ഈ 3 എണ്ണത്തിൻ്റെയും കാരണം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. പ്രേമനൈരാശ്യം. നമ്മളതിലോട്ട് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയത്തിലോട്ട്. ഓക്കെ, പ്രേമനൈരാശ്യമാണ്. അതിൽ എനിക്ക് തോന്നിയത് ഈ 3 പേരുടെ മുഖഭാവം. ഇത് എന്തായാലും പിന്നീട് ഇപ്പോൾ പോലീസുകാരനാണെങ്കിൽ അന്നേരം മാത്രമേ ആ ബോഡി കാണുന്നുള്ളൂ. പിന്നീട് ഇത് നേരെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി, പിന്നെ ആ ഡോക്ടർ ആയാലും അന്നേരം കാണുന്നുള്ള ചെയ്യും. പക്ഷേ ഇത് ഞാൻ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് എൻ്റെ കമ്പ്യൂട്ടറിലാണ് കിടക്കുന്നത്. ഇത് പ്രിൻ്റ് അടിക്കുമ്പോൾ ഞാൻ കാണുകയാണ്. ചിലപ്പോൾ ഈ കൂടുതലും ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് നമ്മൾ പ്രിൻ്റ് അടിക്കുന്നത് ഞാൻ രാത്രിയിൽ അടിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, രാത്രിയിൽ അടിക്കുന്നതിനൊരു കാര്യമുണ്ട്. സ്റ്റുഡിയോയിൽ അന്നേരം സ്റ്റാഫില്ല, അതങ്ങ് വൈകിട്ട് പോകും. പിന്നെ വേറെ അധികം ആൾക്കാർ വരില്ല. ആരെങ്കിലും വരുവാണെങ്കിൽ ഞാനതവിടെ മിനിമൈസ് ചെയ്തിടും. പുറത്തൊരാളെ ഞാൻ കാണിക്കില്ല. ആ ആൾക്ക് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പലർക്കും പേടിയുള്ളൊരു കാര്യമാണ്. ചില ബോഡി എന്ന് പറയുന്നത് ഫോട്ടോ കണ്ടാൽ പോലും നമുക്ക് ശരിക്കും പേടി തോന്നും. അങ്ങനെയുള്ള ബോഡീസാണ് ചിലത്. ഇപ്പം എൻ്റെ വീട്ടിലാരും ഇത് നോക്കുവോ അല്ലെങ്കിൽ വീട്ടിലാർക്കും അറിയുകയോ ചെയ്യില്ല ഞാൻ എങ്ങനെയുള്ള ബോഡിയുടെ എടുക്കാൻ പോകുന്നതെന്ന്. ഒന്ന് മാത്രം അവർക്കറിയാം. ഞാൻ വിളിച്ച് പറയും ഇൻക്വസ്റ്റ് ഉണ്ടായിരുന്നേന്ന് പറയും.
അപ്പോഴേക്കും എൻ്റെ അമ്മായിയമ്മയോ മോനും എനിക്കുള്ള ഡ്രസ്സെല്ലാം എടുത്ത് കുളിമുറി കൊണ്ടുവന്നിട്ടിട്ട് ചൂടുവെള്ളം ചൂടാക്കി ഇച്ചിരി കല്ലുപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുളിമുറി വെച്ചേക്കും. ഞാൻ വരാറാകുമ്പോഴത്തേക്ക് കുളിമുറി വെച്ചേക്കും. അവർക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ആരുടെയാണെന്നോ എന്താണെന്നോ ഒന്നും അവരോട് ഞാനും പറയാൻ പോകത്തില്ല, അവരെന്നോട് ചോദിക്കില്ല. അത് എനിക്ക് പറയാനുള്ള അവകാശമില്ല. അവരും അതെങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഈ 3 ബോഡിയുടെ മുഖഭാവം ഒരേപോലായിരുന്നു. കാരണം അതവർ അവരത് അതിനെ സ്വീകരിച്ചതാ. ബാക്കി വെച്ച് പോയതുപോലെ ജീവിതമായിരിക്കാം. അവർക്ക് ഇനി വേണ്ട, ഞങ്ങൾക്ക് ആ ഒരു പ്രേമം ബ്രേക്കപ്പ് ആയപ്പോൾ ഞങ്ങൾക്ക് ഇനി ജീവിതം വേണ്ട എന്നുള്ളൊരു രീതിയിലാണ് ഈ 3 ആൺകുട്ടികളുടെ മുഖഭാവം. സ്നേഹത്തിന് വേണ്ടി മരിക്കുമ്പോൾ ഒരു കാര്യം അവർ ചിന്തിച്ചില്ല. ഇത്രയും നാളും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ സ്നേഹം എവിടെ പോയി? നമ്മളുടെ ഫാമിലി ലൈഫിൽ ഭാര്യ ഭർത്തൃബന്ധം മാത്രമല്ല, നമുക്ക് ഈ ഒരു ഭൂമിയിൽ ഇത്രയും നല്ല ആരോഗ്യമുള്ള ശരീരം തന്ന് നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയ നമ്മുടെ പേരൻസിനെ നമ്മൾ ചിന്തിക്കുന്നില്ല. അവർക്ക് ചെയ്യേണ്ട കടമകളുണ്ട് നമുക്ക്. ആത്മഹത്യ ചെയ്യുന്നവരോട് ഞാൻ ആ ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടത് ആ ഒരാളെ മാത്രം ചിന്തിച്ചാൽ പോരാ, ആൾക്ക് വേണ്ടി. അത് നമ്മുടെ രക്തബന്ധം പോലും അല്ല. ആ ഒരു കാമുകൻ കാമുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തബന്ധമാണോ? പക്ഷേ മമ്മൂട്ടി പറഞ്ഞിരിക്കുന്ന, അത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു വാക്കാണ്, ഒരു ഭാര്യയും ഭർത്താവും രക്തബന്ധമല്ല, പക്ഷെ എല്ലാ രക്തബന്ധങ്ങളും തുടങ്ങുന്നത് അതിൽ നിന്നാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ അച്ഛനെയും അമ്മയും കൂടെ നമ്മളെ വളർത്തി വലുതാക്കി അവരെയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം. അവരോട് ചെയ്തു തീർക്കേണ്ട കടമകളും നമ്മൾ ചിന്തിക്കണം. ഒരു കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ. ചില അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളെ മരണത്തിലോട്ട് തള്ളിവിടുന്ന ഒരുപാട് അച്ഛനമ്മമാരും സാഡിസ്റ്റുകളായ, റൂഡായിട്ട്, ഒരുപക്ഷെ മനസാക്ഷിയില്ലാത്ത ഒരുപാട് അച്ഛനമ്മമാരും ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു കോൺഫ്ലിക്റ്റാണ്. ഇത് പലപ്പോഴും പല കുഞ്ഞുങ്ങളും അവർ മറ്റൊരാളെ സ്നേഹിക്കുന്നതും മറ്റൊരാളിലോട്ട് പോകുന്നതും ഒരുപക്ഷെ പലപ്പോഴും വീട്ടിൽ നിന്ന് ഇവർ പ്രൊവൈഡ് ചെയ്യാത്തതിൻ്റെ ചില കാരണങ്ങൾ വരാറുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെയല്ല, ഇവരുടെ സ്വാർത്ഥമായ താല്പര്യം വേണ്ടി പോകുന്നത്. പലപ്പോഴും വീട്ടിൽ നിന്ന് അതുപോലും പ്രൊവൈഡ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് എന്നെ സ്നേഹിച്ചാൽ മതി, ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞ്, പിന്നെ ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതാ ഈ മുഖഭാവം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിലുള്ള ആ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോഴറിയാം അതിൻ്റെ ആ മുഖഭാവം നമുക്ക് കാണുമ്പോൾ. ആ ചില കണ്ണുകളൊക്കെ തുറന്നായിരിക്കും തന്നെ ഇരിക്കുന്നത്, അടഞ്ഞു കാണത്തില്ല. അപ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ കോമൺലി എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാക്ക് നീട്ടിയിട്ടുണ്ടായിരുന്നോ, കണ്ണ് പുറത്തോട്ട് തള്ളിയിട്ടുണ്ടായിരുന്നോ? എല്ലാത്തിലും അങ്ങനെ വരില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു മരണമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ്വദിക്കുന്നുണ്ട്. ഞാനൊരു മരണം എടുത്തത്, അമ്മ, ചെറിയൊരു വീടാണ്, അമ്മ അരി അടുപ്പത്തിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ അരി അടുപ്പത്തിടാനായിട്ടെല്ലാം വെള്ളം തിളയ്ക്കുക. അപ്പോഴാണ് ഈ മകൻ കയറി തൂങ്ങുന്നത്. അമ്മ കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ പുള്ളി നേരത്തെ 2 പ്രാവശ്യം തൂങ്ങുമെന്ന് ഇങ്ങനെ പേടിപ്പിച്ച് ഇങ്ങനെ തൂങ്ങാൻ കയറിയപ്പോൾ അതിൽ പുലി വരുന്നതെന്നുള്ള പ്രശ്നം പോലെ അയലത്തുകാരെല്ലാം ഓടി വന്നു. അപ്പോൾ ഇവൻ എല്ലാവരെയും കളിയാക്കി ചിരിച്ചു. 3ാമത് ഈ അമ്മ വിളിച്ചു കൂവിയപ്പോൾ ആരും വന്നില്ല. ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതി, ആരും വന്നില്ല. പക്ഷെ ഇവൻ യഥാർത്ഥത്തിൽ തൂങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പ്രസവിച്ച അമ്മ നോക്കി നിൽക്കുക, ആ അമ്മയ്ക്ക് വിളിച്ചു കൂവാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഈ മകൻ കയറി തൂങ്ങുമ്പോൾ, ആ ജീവൻ കിടന്ന് പിടയ്ക്കുമ്പോൾ, മനസാക്ഷിയെന്നല്ല, പ്രസവിച്ച ഒരമ്മയ്ക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ല. ആ രംഗം ഒന്ന് ഓർത്ത് നോക്കിക്കുക. ആ അമ്മ എങ്ങനെ അതിനെ ഓവർകം ചെയ്യുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇതിൻ്റെ ഡെഡ് ബോഡി ഇൻക്വസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോൾ ഇതെങ്ങനെ മരിച്ചിരിക്കുന്നതെന്നറിയോ? നമുക്ക് തോന്നും ഉറങ്ങി നിൽക്കുകയാണെന്ന് തോന്നും. കണ്ണ് നല്ലതുപോലെ അടച്ച് തൂങ്ങി നിൽക്കുക. അവിടെ ആരും കയറി കണ്ണടയ്ക്കാനും ഒന്നുമില്ല. കണ്ണ് നല്ലപോലെ അടച്ച്, വായൊക്കെ അടച്ച്. ഈ നമ്മൾ മരണവെപ്രാളത്തിന് ചിലപ്പോൾ കൈകാലിട്ടടിക്കുമ്പോൾ മുണ്ടൊക്കെ ഉരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതെന്താണെന്നറിയാം? കോളർ മുതലുള്ള ബട്ടൺ ഇട്ടു, ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ട് ആ തുമ്പ് ചുറ്റിക്കെട്ടി വെച്ചു. കൈകാലിട്ടടിക്കുവാണെങ്കിൽ പോകരുത് എന്നിട്ട്. പക്ഷെ കൈയൊക്കെ നല്ല, അവൻ അതിനെ സ്വീകരിച്ചതാ. അത് വേണം, ആ മരണം വേണം. നഗ്നനാവരുത്, മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടരുത്. പക്ഷേ അവിടെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ കൂട്ടുകാരോടും എനിക്കറിയാവുന്ന എല്ലാവരോടും പറയും, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ വേണമെങ്കിൽ നടുക്കടലിൽ പോയി ചാടിക്കൂ, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. എന്താ കാര്യം? നടുക്കടലിൽ ചെന്ന് ചാടി വല്ല തിമിങ്ങലവും തിന്നോണ്ട് പോയിക്കോളും.
ആത്മഹത്യക്ക് പോരുത്. അന്നേരത്തെ ഇവരുടെ ആ ഒരു ഇതിൽ ഇവർ കരുതും ഞാൻ ഇങ്ങനെയൊക്കെ നിന്നു, ഞാൻ പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ടാണ് ആത്മഹത്യ ചെയ്ത്, ആരും കാണത്തില്ല. ഇത് എത്ര പേരുടെ മുന്നിലാണ് ലാസ്റ്റ് ഇവർ നഗ്നനായിട്ട് കിടക്കേണ്ടതെന്നറിയാവോ? അല്ലെങ്കിൽ നഗ്നയായിട്ട് കിടക്കേണ്ടത്. ഇനി ഒരു ലേഡിയുടെ ആണെങ്കിൽ, ഒരു ലേഡിയുടെ ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന് വരെ പരിശോധിക്കും.